യെസ്, എല്ലാവരും ശ്രദ്ധിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൗട്ടിംഗ് പ്രോട്ടോകോൾ ആണ് OSPF എന്ന് പറയുന്നത്. ബിക്കോസ് റിയൽ ടൈമിൽ നമ്മൾ 90% യൂസ് ചെയ്യുന്ന ഒരു ഡൈനാമിക് റൗട്ടിംഗ് പ്രോട്ടോകോൾ ആണ് OSPF എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കും. വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ തന്നെ എന്താണ്? ഇറ്റ്സ് എ ഓപ്പൺ സ്റ്റാൻഡേർഡ് റൗട്ടിംഗ് പ്രോട്ടോകോൾ. ഓപ്പൺ സ്റ്റാൻഡേർഡ് റൗട്ടിംഗ് പ്രോട്ടോകോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വെണ്ടർ ഡിവൈസിനകത്ത് വേണേലും, എന്നുവെച്ചാൽ സിസ്കോ മാത്രമല്ല, ഏത് ജുനിപ്പർ ആയിക്കോട്ടെ, ഹുവായ് ആയിക്കോട്ടെ, ഏത് ഡിവൈസിനകത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? OSP പറയുന്ന പ്രോട്ടോകോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ദ വേൾഡ്. ഓക്കെ, മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ദ വേൾഡ്. ദെൻ അൺലിമിറ്റഡ് ആയിട്ട് ഇപ്പോൾ EAGRP ആണെങ്കിൽ എത്ര സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു? 255 റൗട്ടേഴ്സ് വരെ സപ്പോർട്ട് ചെയ്യും. ബട്ട് OSPനകത്ത് അങ്ങനെയല്ല. OSPനകത്ത് യു ക്യാൻ യൂസ് തൗസൻഡ്സ് എബോവ് റൗട്ടേഴ്സ്, നോ ഇഷ്യൂസ്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു അൽഗോരിതം ആണ് നമ്മുടെ OSPFന്റേത്. എന്താ അൽഗോരിതത്തിന്റെ പേര്? ഡിച്ച്കെസ്ട്രാസ് SPF അൽഗോരിതം. EAGRP അൽഗോരിതം ഓർക്കുണ്ടോ? ഏതാണ്? ഡ്യുവൽ അൽഗോരിതം, ഡിഫ്യൂസിംഗ് അപ്ഡേറ്റ് അൽഗോരിതം ആയിരുന്നു. അതേപോലെ നമ്മുടെ OSPനകത്ത് യൂസ് ചെയ്യുന്ന അൽഗോരിതം ഏതാണ്? ഡിച്ച്കെസ്ട്രാസ് SPF അൽഗോരിതം. അതേപോലെ തന്നെ നൈബേഴ്സിലോട്ട് അപ്ഡേറ്റുകൾ സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മൾട്ടികാസ്റ്റ് അഡ്രസ് എത്രയാണ്? 224.005 എന്ന് പറയുന്ന അഡ്രസ് യൂസ് ചെയ്തിട്ടാണ് നൈബറിലോട്ട് എന്ത് അയക്കുന്നത്? എല്ലോ മെസ്സേജസ് എല്ലാം തന്നെ അയക്കും. അതേപോലെ തന്നെ IETF, ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് പറയുന്ന ടീമാണ് എന്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? OSP പറയുന്ന പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ പ്രോട്ടോകോളുകൾക്കും എന്ത് വരുന്നുണ്ട്? ഒരു പർട്ടിക്കുലർ നമ്പർ വരുന്നുണ്ട്. പോർട്ട് നമ്പർ അല്ല, പ്രോട്ടോകോൾ നമ്പർ. അങ്ങനെ വരുന്ന സമയത്ത് OSPയുടെ പ്രോട്ടോകോൾ നമ്പർ എത്രയാണ്? 89 ആണ്. അതുപോലെ നമ്മുടെ EIGRPയുടെ വന്നിട്ട് 88 എന്ന് പറയുന്ന പോർട്ട് നമ്പറാണ്. അങ്ങനെ എല്ലാ പ്രോട്ടോകോൾസിനും എന്ത് വരുന്നുണ്ട്? ജസ്റ്റ് ഒരു പോർട്ട് നമ്പർ, പ്രോട്ടോകോൾ നമ്പർ ആണ്, പോർട്ട് നമ്പർ അല്ല. പോർട്ട് നമ്പർ പറഞ്ഞ എന്താണ്? എക്സാമ്പിൾ HTTP, അതിന്റെ പോർട്ട് നമ്പർ എത്രയാണ്? ആ സർവീസിനെ ഡിനോട്ട് ചെയ്യുന്ന പോർട്ട് നമ്പറാണ് 80. ഇങ്ങനെ പറയുന്ന പോർട്ട് നമ്പർ അല്ല, പ്രോട്ടോകോൾ നമ്പർ. പ്രോട്ടോകോൾസിന് പർട്ടിക്കുലർ നമ്പർ ഉണ്ട്, അതാണ്. അല്ലാണ്ട് ഇത് പോർട്ട് നമ്പർ അല്ല, പ്രോട്ടോകോൾ നമ്പർ ആണ്. അങ്ങോട്ട് മാറി പോരുത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് OSPനെ കുറിച്ച് ബേസ് ആയിട്ട് പറയാനുള്ളത്. ഇനി കുറച്ചും കൂടി തിയറി ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ OSPF നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് എന്തെല്ലാം കണ്ടീഷൻ ആണെന്ന് നോക്കാം. നമുക്ക് ഈ കാണുന്ന ടോപ്പോളജിക്കകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണ്ടി ഒരു EIGRP പറയുന്ന പ്രോട്ടോകോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് എന്താണ്? OSPF ആണ്. ഏരിയ എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കിക്കോ എന്താണ് അതെല്ലാം എന്താണ്? OSPF ആണ്. ഇതെല്ലാം എന്താണ്? OSPF ആണ്. ആദ്യത്തെ 3 ഡൊമൈൻ ഏരിയ 20, ഓക്കെ, ഏരിയ 20, ഏരിയ 10, ഏരിയ 0 പറയുന്നത് കംപ്ലീറ്റ് എന്താണ്? OSPF പറയുന്ന പ്രോട്ടോകോളിനകത്ത് വരുന്ന ഏരിയകളാണ്. നമ്മൾ AS എന്ന് പറയാറില്ലേ? EIGRP AS എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോണമസ് സിസ്റ്റം, ലോജിക്കൽ ബൗണ്ടറി അല്ലെ? വേറെ വേറെ ബൗണ്ടറി ആയിട്ട് യൂസ് ചെയ്യുന്ന അവിടുത്തെ ASനെ ഇവിടെ വിളിക്കുന്ന പേരെന്താണ്? ഏരിയ. അത്ര വ്യത്യാസമുള്ളൂ. അവിടെ നമ്മൾ AS ആണ് വിളിക്കുന്നെങ്കിൽ ഇവിടെ എന്താ വിളിക്കുന്നത്? ഏരിയ എന്ന് വിളിക്കുന്നത്. പല ചേരികളാക്കി മാറ്റുക അല്ലെ? വേറെ 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 AS ആക്കി മാറ്റുക എന്ന് പറഞ്ഞ പോലെ വേറെ വേറെ ഏരിയ ആക്കി മാറ്റുക എന്നുള്ളതാണ് എന്തുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? ഏരിയ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സെയിം തന്നെയാണ് നമ്മൾ EIGRPക്കകത്ത് ഒരു ലോജിക്കൽ ബൗണ്ടറി വിളിച്ച പേരായിരുന്നു AS എങ്കിൽ ഇവിടെ ആ ലോജിക്കൽ ബൗണ്ടറി വിളിക്കുന്ന പേരെന്താണ്? ഏരിയ എന്നാണ്. ക്ലിയർ? ഏരിയ. ഇവിടെ ഏരിയക്കകത്ത് കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട്. ഒരു ഏരിയ മാത്രമേ ഉള്ളൂ എങ്കിൽ യു ക്യാൻ കോൾ ബാക്ക് ബോൺ റൗട്ടർ അല്ലെങ്കിൽ ബാക്ക് ബോൺ ഏരിയ. ഒരു ഏരിയ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്താ വിളിക്കുന്നത്? ബാക്ക് ബോൺ ഏരിയ. അപ്പം ബാക്ക് ബോൺ ഏരിയ ഡിനോട്ട് ചെയ്യുന്നത് ഏത് വാല്യൂ വെച്ചിട്ടാണ്? 0. ഓക്കെ, ഏരിയ 0 ആണ് നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യുന്നത് ബാക്ക് ബോൺ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒത്തിരി വലിയ നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ, ലാർജ് AS ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരെ സ്മോൾ സ്മോൾ ഏരിയയ്ക്ക് നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നു. ചെറിയ ചെറിയ ഏരിയയ്ക്ക് മാറ്റുന്നതിനെ വിളിക്കുന്ന പേരാണ് ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് 16 ബിറ്റ് മുതൽ 32 ബിറ്റ് വരുന്ന ഏത് നമ്പർ വേണമെങ്കിലും, ഇപ്പൊ ഞാനിപ്പോ ഏരിയ 0, ഏരിയ 1, ഏരിയ 2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ കൊടുക്കാം. ബട്ട് മസ്റ്റ് ആയിട്ട് ഒരു ഏരിയ ഉണ്ടായിരിക്കണം. അത് ഏതായിരിക്കണം? ഇവിടെ ഏരിയ 0 ആയിരിക്കണം. ദെൻ അടുത്ത കണ്ടീഷൻ പറയുന്നത് ഏരിയ 0 ആയിട്ട് മറ്റുള്ള ഏരിയാസ് എല്ലാം എന്തായിരിക്കണം? ഡയറക്ട്ലി ഓർ ലോജിക്കലി ആരായിട്ട് കണക്റ്റഡ് ആയിരിക്കണം? ബാക്ക് ബോൺ ഏരിയ ആയിട്ട് മറ്റുള്ള ഏരിയാസ് കണക്റ്റഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പോളജി പ്രകാരം ഏരിയ 0 ഇവിടെ ഉണ്ട്. ഓക്കെ, എന്നാൽ ഏരിയ 10 ഡയറക്ട്ലി കണക്റ്റഡ് ആണ് അല്ലെ? R3 പറയുന്ന റൗട്ടറിന്റെ സഹായത്തോടെ 2 കണക്റ്റഡ് ആണ്. എന്നാൽ ഏരിയ 20
ആരായിട്ട് കണക്റ്റഡ് അല്ല? ഏരിയ 0 ആയിട്ട് കണക്റ്റഡ് അല്ല. പക്ഷെ ആരായിട്ട് കണക്റ്റഡ് ആണ്? ഏരിയ 10 ആയിട്ട് കണക്റ്റഡ് ആണ്. ഏരിയ 10 വിചാരിച്ചാൽ ഈ ഏരിയ 20ക്ക് ഏരിയ 0 പോകാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. ബിക്കോസ് ഏരിയ 10 എന്ന് പറഞ്ഞാൽ 2 കോണിൽ കാലിട്ട പോലെയാണ്. ഏരിയ 0 അകത്തുണ്ട്, ഏരിയ 20 അകത്തുണ്ട്. സോ ഇയാൾ ഒരു വിർച്വൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയക്ക് അങ്ങോട്ട് പാസ് ചെയ്തുകൂടെ? ഒരു വിർച്വൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്താൽ പറ്റും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോജിക്കലി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡയറക്ട്ലി ഓർ ലോജിക്കലി ആരായിട്ട് കണക്റ്റഡ് ആയിരിക്കണം? ഏരിയ 0 ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഏരിയ 10 വിചാരിച്ചാൽ ഏരിയ 20ക്ക് ആരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? ലോജിക്കലി ഏരിയ 0 ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്ത് തന്നെയാണേലും ഏരിയ 0 ആയിട്ട് മറ്റുള്ള ഏരിയസ് എന്തായിരിക്കണം? ഡയറക്ട്ലി ഓർ ലോജിക്കലി ആരായിട്ട് കണക്റ്റഡ് ആയിരിക്കണം? ഏരിയ 0 ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം. ഇതാണ് മെയിൻ കണ്ടീഷൻ വരുന്നത്. ഒരു ഏരിയക്കകത്ത് നമുക്ക് മൾട്ടിപ്പിൾ റൗട്ടേഴ്സ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നോ ഇഷ്യൂസ്, എത്ര വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു ഡാറ്റാ ബേസ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്തുണ്ടാവണം? ഡാറ്റാ ബേസ് ഉണ്ടായിരിക്കുന്നത്. അത് എല്ലാ റൗട്ടേഴ്സിനും സ്വന്തമായിട്ട് ഉണ്ടാവും. അപ്പൊ മസ്റ്റായിട്ട് അത് എന്തായാലും ഉണ്ടാവും. ഐഡന്റിക്കൽ ഡാറ്റാ ബേസ് എന്തായാലും ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ EIGRPക്കകത്ത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? മൾട്ടിപ്പിൾ ഏരിയ വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? റീഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളായിരുന്നു? കമ്മ്യൂണിക്കേഷൻ കിട്ടുള്ളായിരുന്നു അല്ലെ? പക്ഷെ ഇവിടെ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? ഏരിയകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? റീഡിസ്ട്രിബ്യൂഷന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. എന്തിന്റെ ആവശ്യമില്ല? റീഡിസ്ട്രിബ്യൂഷന്റെ ആവശ്യം വരുന്നില്ല. അപ്പം എത്ര ഏരിയാസ് വന്നാലും അവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നും റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആയിട്ട് അവരുടെ ഏരിയ ID മാത്രം പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും? സിങ്ക് ആയിക്കോളും. ഇതാണ് OSP നെറ്റ്വർക്ക് ഡിസൈനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ ഏരിയ 0 വരുന്ന എല്ലാ റൗട്ടേഴ്സിനും വിളിക്കുന്ന പേരാണ് ബാക്ക്ബോൺ റൗട്ടർ. ഈ നമ്മുടെ സെക്കൻഡറി ഏരിയസിനകത്ത് വരുന്നത്, സെക്കൻഡറി ഏരിയസ് പറയുമ്പോൾ ഏരിയ 10 ഏരിയ 20 ഒക്കെ എന്താണ്? അതിനകത്ത് വരുന്ന റൗട്ടേഴ്സ് എല്ലാം എന്താണ്? നമുക്കെല്ലാം തന്നെ എന്താണ്? ഇന്റേണൽ റൗട്ടർ ആണ്. എന്താണ്? നമുക്ക് ഇന്റേണൽ റൗട്ടർ ആണ്. അതേപോലെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏരിയ 0നെയും ഏരിയ 10നെയും തമ്മിൽ പരസ്പരം ഇന്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത റൗട്ടർ ഏതാ? R3 അല്ലെ? അതേപോലെ തന്നെ ഏരിയ 10നെയും ഏരിയ 20യും തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്ത റൗട്ടർ ഏതാ? R2. എന്ന് വെച്ചാൽ സെയിം പ്രോട്ടോകോളിനകത്ത് വരുന്ന ബോർഡർ റൗട്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഏരിയ ബോർഡർ റൗട്ടർ. സെയിം പ്രോട്ടോകോൾ ആയിരിക്കണം. ഇവിടെ ഏരിയ 0യും ഏരിയ 10നും തമ്മിൽ കണക്ട് ചെയ്ത റൗട്ടറാണ് R3. അപ്പൊ R3 എന്താണ്? ഒരു ഏരിയ ബോർഡർ റൗട്ടറാണ്. അതേപോലെ ഏരിയ 20നെയും ഏരിയ 10നും തമ്മിൽ കണക്ട് ചെയ്യുന്ന റൗട്ടറാണ് R2. അപ്പൊ ഇതും എന്താണ്? ഒരു ബോർഡർ റൗട്ടറാണ്, ഏരിയ ബോർഡർ റൗട്ടറാണ്. എന്നാൽ ഇതല്ലാതെ ഡിഫറെന്റ് ആയിട്ട് ഒരാൾ കൂടി കിടക്കുന്നുണ്ട്. ഇവിടെ EIGRPയും ഇവിടെ എന്ത് വരുന്നുണ്ട്? OSPF വരുന്നുണ്ട്. അപ്പൊ അത് രണ്ട് ഓട്ടോണമസ് സിസ്റ്റം ആയില്ലേ? വ്യത്യസ്തമായി വരുന്ന പ്രോട്ടോകോൾ അല്ലേ? അങ്ങനെ വ്യത്യസ്തമായി വരുന്ന ഓട്ടോണമസ് സിസ്റ്റംസ് ആണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ASBR, ഓട്ടോണമസ് സിസ്റ്റം ബോർഡർ റൗട്ടർ, അഥവാ നമുക്ക് എന്ത് വിളിക്കാം? ബൗണ്ടറി റൗട്ടർ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം മാനുവൽ സമ്മറൈസേഷൻ നിങ്ങൾ ചെയ്ത് ഓർക്കുന്നില്ലേ? യെസ്. അതേപോലെ നമുക്ക് ABR മാനുവൽ സമ്മറൈസേഷൻ വരുന്നുണ്ട്, ASBR മാനുവൽ സമ്മറൈസേഷൻ വരുന്നുണ്ട്. എന്തായാലും രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ABR എന്ന് പറയുമ്പോൾ രണ്ട് സൈഡ് എന്തായിരിക്കും? OSPF ആയിരിക്കും. ASBR പറഞ്ഞ എന്തായിരിക്കും? രണ്ട് സൈഡും ഡിഫറെന്റ് പ്രോട്ടോകോൾ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പേരിട്ടിരിക്കുന്നത്. ABR മാനുവൽ സമ്മറൈസേഷൻ എന്നും ASBR മാനുവൽ സമ്മറൈസേഷനും എന്നും നമ്മൾ എന്താണ്? വ്യത്യസ്തമായി വരുന്ന രണ്ട് രീതിയിൽ വരുന്ന ലാബുകളാണ്. അതുകൊണ്ടാണ് പേരും ഡിഫറെന്റ് ആയിരിക്കുന്നത്. ABR എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോളാം, രണ്ട് സൈഡും സെയിം പ്രോട്ടോകോൾ ആണ്. ASBR എന്ന് കണ്ടാൽ മനസ്സിലാക്കിക്കോളാം, രണ്ട് സൈഡും ഡിഫറെന്റ് പ്രോട്ടോകോൾ ആയിരിക്കും. ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആരെ കുറിച്ച് പറയാനുള്ളത്? OSPF നെറ്റ്വർക്ക് ഡിസൈനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇത്രയും ക്ലിയർ അല്ലേ? അടുത്ത പേജിലോട്ട് പോവാം. എനി ഡൗട്ട്സ്? അടുത്തൊരു ടാസ്ക് നമുക്ക് വരുന്നത് പ്രോസസ് ID. ഇതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. എന്നിരുന്നാലും OSPFന്റെ പ്രോസസ്സുകളെ ഓർത്ത് വയ്ക്കുക. OSPF പറയുന്ന പ്രോട്ടോകോളിന്റെ പ്രോസസ്സുകളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നമ്പറാണ്. ഒരു 16 ബിറ്റ് നമ്പർ വരുന്ന ഒരു സൈസ് ആണ്. നിങ്ങൾക്ക് ഏത് നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രോസസ് ID ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വി ക്യാൻ സെറ്റ് സെയിം ഓർ ഡിഫറെന്റ്, ബട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു വാല്യൂ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഞാൻ എപ്പോഴും കൊടുക്കുന്നത് OSPF 1 എന്നാണ് ഞാൻ കൊടുക്കാറ്. ഓക്കെ, അപ്പൊ 1 സ്ഥാനത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കും, ബട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് എപ്പോഴും ഡീഫോൾട്ട് ആയിട്ട് 1 തന്നെ നിങ്ങൾ കൊടുത്ത് ശീലിച്ചോളൂ. നമുക്ക് CCയുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പോലും നമുക്ക് 1 2 അല്ലെങ്കിൽ അതിനപ്പുറം ഒന്നും പോകാറില്ല. ജസ്റ്റ് പ്രോസസ്സുകൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ഒരു നമ്പർ മാത്രമാണ്, അല്ലാണ്ട് വലിയ പ്രാധാന്യമൊന്നുമില്ല. പിന്നെ അതിന് പ്രാധാന്യമുണ്ട്. നിങ്ങൾ CCI ലെവലൊക്കെ പഠിക്കുന്ന സമയത്ത് അതിന് പ്രാധാന്യം വരും. എക്സാമ്പിൾ ഇത് ഒരു ഏരിയ എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അതിനകത്ത് കുറെ റൗട്ടേഴ്സ് വരുന്നുണ്ട്.
എക്സാമ്പിൾ നമ്മൾ ഇത് കേരളം എന്ന് വിചാരിച്ചു. കേരളത്തിനകത്ത് നമുക്ക് കുറേ ബ്രാഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഏരിയ ആണ്. ഓക്കെ, എക്സാമ്പിൾ ഏരിയ 0 ആയിട്ട് ഇമാജിൻ ചെയ്യാം. അതേപോലെ നമുക്ക് തമിഴ്നാടിനകത്തും എന്തുണ്ട്, കുറെ റൗട്ടേഴ്സ് വരുന്നുണ്ട്. അത് ഞാൻ ഏരിയ എക്സാമ്പിൾ 1 2 3 കൊടുക്കും. അതേപോലെ വേറൊരു ഏരിയ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഇതിനകത്ത് വരുന്ന റൗട്ടേഴ്സ് എല്ലാം തന്നെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഏരിയ 100 പറയുന്ന ഏരിയക്കകത്താണ്. ഇമാജിൻ ചെയ്യാം. അപ്പൊ ഇവർ തമ്മിൽ എല്ലാവരും എന്താണ്, ഇപ്പം എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ടിവിറ്റി എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ തീരുമാനിക്കണം, അവിടുത്തെ അഡ്മിൻ ആയിട്ടുള്ള ആൾ തീരുമാനിക്കുന്നത് കേരളമായിട്ട് നമുക്ക് എന്ത് വേണ്ട, ആക്സസ് വേണ്ട. എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഈ കാണുന്ന പ്രോസസ് നമ്പർ നമ്മൾ കൊടുത്തിരിക്കുന്നത് 1 എന്ന് പറയുന്ന നമ്പറാണ്. ഇവിടെ നമ്മൾ തമിഴ്നാട് നമ്മൾ കൊടുത്തിരിക്കുന്നത് OSPF 2 ആണ്. എക്സാമ്പിൾ ഇവിടെ നമ്മൾ ആന്ധ്രാപ്രദേശ് ആണ് ചെയ്തത്, AP ആന്ധ്രാപ്രദേശ്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് OSPF 3 ആണ്. അപ്പൊ ഞാൻ ഡിസൈഡ് ചെയ്യാണ് ഇന്ന് കേരളം എന്ത് ചെയ്യണ്ട, തമിഴ്നാടും ആന്ധ്രാപ്രദേശും എന്ത് ചെയ്യണ്ട, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോസസ് ഐ ഡി വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിൽട്ടർ ചെയ്യാം. ഇന്ന് 1 എന്ന് പറയുന്ന പ്രോസസ് ഐ ഡി വർക്ക് ചെയ്യേണ്ട, വർക്ക് ചെയ്യിക്കേണ്ട എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, അത് ഹയർ ലെവലിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് CCI ലെവലിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആവശ്യം വരുന്ന ഒരു കാര്യങ്ങളാണ്. നമുക്ക് ഇപ്പൊ തൽക്കാലം ഇപ്പൊ നമ്മുടെ സെക്യൂരിറ്റി ലെവലൊന്നും നമുക്ക് എന്തിനും ആവശ്യമില്ല, ഈ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ആവശ്യമില്ല. അറിഞ്ഞിരിക്കുക, ഇൻ എ ഫ്യൂച്ചർ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രോസസ് ഐ ഡി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫിൽറ്ററിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ ഈ പറഞ്ഞൊരു എക്സാമ്പിൾ പ്രകാരമൊക്കെ ആയിരിക്കും അങ്ങനെ വരുന്നത്. ഇപ്പൊ തൽക്കാലം നിങ്ങൾ എന്തുമാത്രം മനസ്സിലാക്കുക, പ്രോസസ്സുകളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നമ്പർ മാത്രമായിട്ട് എന്തിനെ കണ്ടാൽ മതി, പ്രോസസ് ഐ ഡിയെ കണ്ടാൽ മതി. അപ്പൊ അത് നിങ്ങൾക്ക് 1 or 2 ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എപ്പോഴും 1 ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ നിങ്ങൾ EIGRP അകത്ത് പഠിച്ച ടേബിൾസ് അഗൈൻ വന്നിട്ടുണ്ട് കണ്ടോ, ലിങ്ക് സ്റ്റേറ്റ് പറയുന്നത് എന്താ, ചേഞ്ചസ് വരുമ്പോൾ മാത്രം നൈബർഹുഡ് അപ്ഡേറ്റ്സ് ചെയ്യുന്ന ഫീച്ചർ. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 3 ടേബിളുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. 3 ടേബിളുകൾ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. നൈബർ ടേബിൾ പറഞ്ഞാൽ എന്താണ്, ഇൻഫർമേഷൻ അബൌട്ട് ഡയറക്ട്ലി കണക്ടഡ് റൗട്ടേഴ്സ്. ടോപ്പോളജി ടേബിൾ പറഞ്ഞാൽ എന്താണ്, എല്ലാ റൂട്ടുകളെ കുറിച്ചും നെറ്റ്വർക്സിനെ കുറിച്ചും നമ്മൾ വ്യൂ ചെയ്യുന്ന ടേബിൾ ആണ് ടോപ്പോളജി ടേബിൾ. അതിന് നമ്മൾ OSPനകത്ത് വിളിക്കുന്ന പേര് എന്താണ്, ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് എന്നാണ് വിളിക്കുന്നത്. LSDB എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടേബിൾ ആണ് റൗട്ടിംഗ് ടേബിൾ. ബെസ്റ്റ് റൂട്ടിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം എവിടെയായിരിക്കും, നമ്മുടെ റൗട്ടിംഗ് ടേബിളിനകത്ത് ആയിരിക്കും. ഇങ്ങനെ 3 ടേബിൾസ് വരുന്നത് ഓൾറെഡി EIGRPക്കകത്ത് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? EIGRPക്കകത്ത് പഠിച്ച അതേ സംഗതി തന്നെ ഇവിടെയും വന്നിരിക്കുന്നത്. ആദ്യം എന്താ സംഭവിക്കുക, EIGRP ആണെങ്കിൽ എത്ര സെക്കൻഡ് കൂടുമ്പോഴായിരുന്നു, ഓർക്കുണ്ടോ? നമ്മൾ എല്ലാവരും സേഫ് സോണിൽ ഇരിക്കില്ല, ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്തു. 5 seconds. യെസ്, എക്സലന്റ്. 5 സെക്കൻഡ്സ് കൂടുമ്പോഴാണ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് മൾട്ടികാസ്റ്റ് അഡ്രസ് 2 വരുന്നുണ്ട്. ബിക്കോസ് ഇതിനകത്ത് DR BDR ഇലക്ഷൻ പറഞ്ഞ സംഗതി വരുന്നുള്ളൂ. വരുന്ന ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും. ആ സമയത്ത് ഇവിടെ 2 രീതിയിലുള്ള ഹെല്ലോ മെസ്സേജ് അവിടെ സെൻഡ് ചെയ്യുന്നുണ്ട്. അത് DR സെൻഡ് ചെയ്യുമ്പോൾ ഒരു മൾട്ടികാസ്റ്റ് അഡ്രസ് ആയിരിക്കും. BDR അഥവാ DR അല്ലാത്ത ആൾക്കാർ സെൻഡ് ചെയ്യുന്ന അഡ്രസ് ആണ് 224 എന്ന് പറയുന്നത്. ഇപ്പൊ പറഞ്ഞ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ബോധർ ചെയ്യണ്ട. ജസ്റ്റ് ഹെല്ലോ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്, 10 സെക്കൻഡ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടികാസ്റ്റ് അഡ്രസ് യൂസ് ചെയ്തിട്ട് നൈബർഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഫോം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറ്, എൻറ്റയർ അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം കൊടുക്കുന്നത് അല്ലേ. അതിന് നമ്മൾ എന്താ വിളിക്കുന്നത്, അഡ്ജസൻസി. നൈബർഷിപ്പ് ഫോം ആയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് വിളിക്കും അഡ്ജസൻസി, അഥവാ നമുക്ക് എന്ത് വിളിക്കാം, ഫുൾ റിലേഷൻഷിപ്പ് എന്ന് പറയാം. നൈബർഷിപ്പ് ഫോം ചെയ്യും, ഹെല്ലോ മെസ്സേജ് അയക്കുന്ന ഒരു സിറ്റുവേഷനിൽ നൈബർഷിപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിളിക്കാം, നൈബർഷിപ്പ് റിലേഷൻഷിപ്പ് എന്ന് പറയാം. നൈബർഷിപ്പ് ആയ ശേഷം നമ്മൾ എൻറ്റയർ നെറ്റ്വർക്കിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന പേരാണ് അഡ്ജസൻസി. അതായത് നിങ്ങൾ ലാബുകൾ ചെയ്യുന്ന സമയത്ത് അഡ്ജസൻസി ഡൺ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എഴുതി കാണിക്കുക. എന്ന് വെച്ചാൽ മനസ്സിലാക്കുക, നൈബർഷിപ്പ് അവിടെ ഫോം ചെയ്തതിനു ശേഷം എൻറ്റയർ അപ്ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. EIGRP പഠിച്ച അതേ സംഗതി തന്നെ. നമുക്ക് ടൈമേഴ്സ്. ഓക്കെ, OSPF ടൈം. ഹെല്ലോ മെസ്സേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നൈബർഷിപ്പ് ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെല്ലോ മെസ്സേജ് അയക്കുന്നുണ്ട് 10 സെക്കൻഡ് കൂടുമ്പോൾ. ഇനി ഡെഡ് ഇന്റർവൽ, നോ ഹെല്ലോ പാക്കറ്റ് ഫ്രം നൈബർ. ഓക്കെ, നൈബറിൽ നിന്നും 40 സെക്കൻഡ് ആയിട്ടും ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് കരുതും, അങ്ങേര് വടിയായി എന്ന് വിചാരിക്കും. എക്സാമ്പിൾ ഡെഡ് ആയി എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ അയാളെ കുറിച്ചുള്ള അപ്ഡേറ്റുകളെല്ലാം നമ്മൾ എവിടെ നിന്ന് റിമൂവ് ചെയ്യും, നമ്മുടെ ടേബിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, അത് റിമൂവ് ചെയ്യും അല്ലെ. നമുക്ക് അറിയാത്ത ഒരാളെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കുന്ന വല്ല ആവശ്യമുണ്ടോ, ഇല്ല. മീൻസ് നമുക്ക് റിപ്ലൈ തരാത്ത ആളെ കുറിച്ച് നമുക്ക് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് അപ്ഡേറ്റ് സെൻഡ് ചെയ്യുന്ന ആവശ്യമില്ല. ഇനി അങ്ങേക്ക് എങ്ങാനും വേണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഓണായി വരുന്ന സമയത്ത് എഗെയിൻ നൈബർ റിലേഷൻഷിപ്പ് റൺ ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, പഴയപോലെ അപ്ഡേറ്റുകൾ കൊടുക്കുന്നു. അല്ലാതെ ചുമ്മാ നമ്മുടെ എഫിഷ്യൻസി വേസ്റ്റ് ആവുമല്ലേ, ഇല്ലാത്ത ഒരാൾക്ക് ചുമ്മാ പറഞ്ഞു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ, ഇല്ല. ദെൻ വെയിറ്റ് ഇന്റർവെൽ. വെയിറ്റ് ഇന്റർവെൽ എന്താന്ന് ഓർക്കുന്നുണ്ടോ,
EIGRP അത് പറഞ്ഞ സ്റ്റോറി ഓർക്കുന്നുണ്ടോ? എനിക്ക് വേണമെങ്കിൽ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എന്നിരുന്നാലും ഡെസ്റ്റിനേഷൻ ഇതാണ്, സോഴ്സ് ഇതാണ്. ദെൻ എനിക്ക് ഡെസ്റ്റിനേഷനോട് പോകാൻ വേറൊരു മാർഗം കൂടിയുണ്ട്, R3 വഴി. എന്തോ ഒരു കാരണവശാൽ ഈ കണക്ഷൻ ഡൗൺ ആയി. അപ്പൊ ഞാൻ ആരോട് ചോദിക്കും? അതേ എന്റെ നൈബർ ആയിട്ടുള്ള, അതായത് ഈ കാണുന്ന പോയിന്റ് ആയിട്ടുള്ള കണക്ഷൻ എനിക്ക് ഡൗൺ ആയിരിക്കുന്നു. എന്റെ നൈബർ ആയിട്ടുള്ള R3 താങ്കൾക്ക് അങ്ങോട്ട് പോകാനുള്ള ഓൾട്ടർനേറ്റ് പാത്ത് എങ്ങാനും അറിയാമോ എന്ന് ചോദിക്കുന്ന ആ ഒരു ടൈം ഡിലേ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ടൈം ഡ്യൂറേഷൻ വിളിക്കുന്ന പേരാണ് വെയിറ്റ് ഇന്റർവെൽ എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ട്രൈ ചെയ്യും അല്ലേ? എന്റെ ബെസ്റ്റ് റൂട്ട് പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അടുത്ത ആളോട് ചോദിക്കും. എന്റെ നൈബർ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നൈബർ താങ്കൾക്ക് അറിയാമോ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള കണക്ഷൻ ഉപയോഗിക്കുന്നു, താങ്കൾക്ക് അറിയാമോ എന്ന് ചോദിക്കുന്ന ഒരു ടൈം ഡിലേ ഇല്ലേ, അതിന് വിളിക്കുന്ന പേരാണ് വെയിറ്റ് ഇന്റർവെൽ എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ അറിയാമെങ്കിൽ പുള്ളിക്കാരൻ എന്താ അയച്ചു കൊടുക്കും? അങ്ങോട്ട് പോകാനുള്ള ഓൾട്ടർനേറ്റ് പാത്ത് അയച്ചു കൊടുക്കും. R1 R2 ആയിട്ടുള്ള റിലേഷൻ പിന്നെ എന്തായിരിക്കും? R3 വഴിയായിരിക്കും ഉണ്ടാവുക. ഇനി പഴയ ആൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഏത് റൂട്ട് ആക്റ്റീവ് ആവും? ഈ റൂട്ട് ആക്റ്റീവ് ആവും. അത് നോർമൽ ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇത് ഓക്കെ അല്ലേ ടൈമേഴ്സ്? യെസ്. ഇനി നമുക്ക് വരുന്നത് വോയിസ് ട്യൂബിനകത്ത് വരുന്നത് റൗട്ടർ ID. വോയിസ് ട്യൂബിനകത്ത് നൈബർഷിപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് റൗട്ടർ ID എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുക റൗട്ടർ ആര് കൊടുക്കും? നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ കൊടുത്തില്ലെങ്കിലും റൗട്ടേഴ്സ് എന്ത് ചെയ്തോളും? നമ്മൾ റൗട്ടിംഗ് എനേബിൾ ചെയ്യുന്ന സമയത്ത് റൗട്ടേഴ്സ് എന്ത് ചെയ്തോളും? ഓട്ടോമാറ്റിക്കലി അത് കണ്ടുപിടിച്ചോളും. നമ്മുടെ സഹായം ഇല്ലാതെ തന്നെ റൗട്ടേഴ്സ് എന്ത് ചെയ്തോളും? വോയിസിനകത്ത് കണ്ടുപിടിച്ചോളും. അത് എങ്ങനെയെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എക്സാമ്പിൾ R1 എന്ന് പറയുന്ന റൗട്ടർ, R2 പറയുന്ന റൗട്ടർ. ഓക്കെ, R1 എന്ന് പറയുന്ന റൗട്ടറിനകത്ത് 2 ലൂപ്പ് ബാക്കും ഒരു ഫിസിക്കൽ ലാൻ ഉണ്ട്. ഫിസിക്കൽ ലാൻഡ് സിമ്പിൾ ആണ് ഇങ്ങനെ കേട്ടോ. ഒരു ഇടയ്ക്ക് വെച്ചൊരു കട്ടിങ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അതെന്താണ്? ലൂപ്പ് ബാക്കുകളാണ്. ഓക്കെ, ഇതെന്താണ്? L1, ഇതെന്താണ്? L2, ഇതെന്താണ്? ഫിസിക്കൽ ലാൻ. അവിടെ ഒറിജിനൽ എന്തുണ്ട്? ഒരു സ്വിച്ചും കുറെ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതാണ് സിറ്റുവേഷൻ R1ന്റെ കേസിൽ. അപ്പൊ ഇതിനെല്ലാം IP വരുന്നത് 1.0.0.1 ഫസ്റ്റ് ലൂപ്പ് ബാക്കിന്, സെക്കൻഡ് ലൂപ്പ് ബാക്കിന് 2.0.1, നമ്മുടെ ഫിസിക്കൽ ലാനിന് 3.0.0.1, അതേപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഇന്റർഫേസിന് IP ഇമാജിൻ ചെയ്യുക 4.0.0.1. ഇതാണ് R1ന്റെ കറന്റ് സിറ്റുവേഷൻ. നമ്മൾ ഇനീഷ്യലും റൗട്ടിങ്ങും കംപ്ലീറ്റ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനീഷ്യലും റൗട്ടിങ്ങും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഓക്കെ, ഇങ്ങനെ ഒരു സിറ്റുവേഷനകത്ത് നമ്മുടെ OSP പറയുന്ന പ്രോട്ടോകോൾ ലൂപ്പ് ബാക്കിനാണ് എന്ത് കൊടുക്കുന്നത്? ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ലൂപ്പ് ബാക്കിന് കൊടുക്കുന്നത്? ലൂപ്പ് ബാക്ക് എന്തെങ്കിലും കാരണവശാൽ ഡൗൺ ആവുമോ? ഇല്ല. ലൂപ്പ് ബാക്ക് എന്ന് പറയുന്ന ഒരു ലോജിക്കൽ ഇന്റർഫേസ് ആണ്, ഒരിക്കലും ഡൗൺ ആവില്ല. അപ്പം ഫിസിക്കൽ ഇന്റർഫേസിന് കൊടുക്കുന്ന റീസൺ അതാണ്. ഫിസിക്കൽ ഇന്റർഫേസിന് ആ കണക്ഷൻ അങ്ങനെ ഡൗൺ ആയി കഴിഞ്ഞാൽ ഇയാളുടെ ID പോയി. എഗെയിൻ എന്ത് ചെയ്യേണ്ടി വരും? വേറൊരു ID കണ്ടുപിടിക്കണം. അപ്പൊ അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലൂപ്പ് ബാക്ക് ഇന്റർഫേസുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ ടോപ്പോളജിക്കകത്ത് ലൂപ്പ് ബാക്ക് ഇന്റർഫേസസ് ഒന്നിലധികം ഉണ്ടെങ്കിലോ? ഇവിടെയും കൺഫ്യൂഷൻ ആയി. അപ്പൊ നമ്മൾ എന്താണ്? ഹയസ്റ്റ് ലൂപ്പ് ബാക്ക് IP ആയിരിക്കും നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത് റൗട്ടർ ID ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ റൗട്ടർ ID എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും? ഒപ്റ്റൈൻ ചെയ്തോ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മാനുവലി വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യുന്ന സമയത്താണ്. ഇഫ് there are loop back interfaces ഉണ്ടെങ്കിൽ ഹയസ്റ്റ് IP വരുന്ന ലൂപ്പ് ബാക്ക് IP ആയിരിക്കും നമ്മൾ എന്തായിട്ട് സെലക്ട് ചെയ്യുന്നത്? റൗട്ടർ ID ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇനി അവിടെ ലൂപ്പ് ബാക്ക് ഇല്ല എങ്കിൽ ഓക്കെ, ഈ ഒരു R2ന്റെ കേസിൽ ഇവിടെ എന്തില്ല? 2 ലാനുകൾ മാത്രമേ ഉള്ളൂ. 4.0.0.2 ഇതൊരു ഫിസിക്കൽ അഡ്രസ് ആണ്. എന്നുവെച്ചാൽ ഇതിനകത്ത് ലൂപ്പ് ബാക്ക് ഇല്ല. ഓക്കെ, R2നകത്ത് ലൂപ്പ് ബാക്ക് ഇല്ല. ദെൻ ഇയാളുടെ IP 5.0.1, ഈ ഇന്റർഫേസിന്റെ IP 6.0.1. ക്ലിയർ? ഇതാണ് കറണ്ട് സിറ്റുവേഷൻ. അപ്പൊ ലൂപ്പ് ബാക്സ് ഇല്ല എങ്കിൽ പിന്നെന്താ ഓപ്ഷൻ? വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഫിസിക്കലി കണക്ട് ചെയ്തിരിക്കുന്നതിനകത്ത് ഹയസ്റ്റ് IP ഏതാണോ അതായിരിക്കും അയാളുടെ റൗട്ടർ ID. എന്ന് വെച്ചാൽ നമ്മുടെ R1ന്റെ റൗട്ടർ ID എന്താണ്? 2 ആണ്. അപ്പൊ R2ന്റെ റൗട്ടർ ID എന്തായിരിക്കും? RID, റൗട്ടർ ID. അപ്പം സിറ്റുവേഷൻ ഞാൻ പറഞ്ഞതാണ്. അപ്പം R1നകത്ത് എന്തുണ്ട്? 2 ലൂപ്പ് ബാക്ക് ഉണ്ട്, 2 ഫിസിക്കൽ ഇന്റർഫേസ് ഉണ്ട്. അങ്ങനെ ഫിസിക്കൽ ഇന്റർഫേസ് ലൂപ്പ് ബാക്ക് ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനാണ് കൊടുക്കുന്നത്? ലൂപ്പ് ബാക്ക് ഇന്റർഫേസിനാണ് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ദെൻ ഹയസ്റ്റ് IP ഏതിനാണോ അതായിരിക്കും നമ്മുടെ റൗട്ടർ ID. അതുകൊണ്ട് R1ന്റെ റൗട്ടർ ID എന്തേ മാറി? 2 ആയി മാറി. ദെൻ R2ന്റെ കേസ് നോക്കുന്ന സമയത്ത് ലൂപ്പ് ബാക്ക് ഇല്ലാത്തതുകൊണ്ട് if there are no loop back interfaces, highest address among the physically connected, ഫിസിക്കലി കണക്ട് ചെയ്തിരിക്കുന്ന ആളുടെ IP ആയിരിക്കും എന്തായിട്ട് വരുന്നത്? റൗട്ടർ ID ആയിട്ട് വരുന്നത്. ഇതാണ് ബൈ ഡിഫോൾട്ട് എലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. എന്നാൽ ഇതൊന്നും വേണ്ട. ഓക്കെ, ഞാൻ ഡിസൈഡ് ചെയ്യാണ് എന്താണ്? ഇതൊന്നും വേണ്ട, ഞാൻ സെറ്റ് ചെയ്യുന്നത് മതി ഇന്ന് മുതൽ റൗട്ടർ ID എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ കൊടുക്കുന്നതിനായിരിക്കും എന്ത് വരുന്നത്, ഫസ്റ്റ് പ്രിഫറൻസ് വരുന്നത്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് പ്രിഫറൻസ് വരണം എന്നുണ്ടെങ്കിൽ, കൊടുത്ത വാല്യൂ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പ്രോസസ്സ് ഒന്ന് ക്ലിയർ ആണ്. എക്സാമ്പിൾ, നമ്മൾ പ്രോട്ടോകോളിനകത്ത് കയറിയിട്ട് ശ്രദ്ധിക്കുക, പ്രോട്ടോകോളിനകത്ത് കയറിയിട്ട് റൗട്ടർ ഐ ഡി ചേഞ്ച് ചെയ്യാനുള്ള കമാൻഡാണ് റൗട്ടർ -id. ഇഷ്ടമുള്ള ഐ ഡി കൊടുക്കാം. ഞാൻ ചുമ്മാ എവിടെയും വരാത്ത ഒരു അഡ്രസ് കൊടുക്കുന്നുള്ളൂ, 255.1.1.1 എന്ന് പറഞ്ഞ അഡ്രസ് കൊടുത്തു. പക്ഷേ ഈ അഡ്രസ് എന്ത് ചെയ്യില്ല, ബൈ ഡിഫോൾട്ട് എടുക്കില്ല. എന്തുകൊണ്ട് എടുക്കാത്ത? ഓൾറെഡി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ സെലക്ട് ചെയ്തിട്ടുണ്ട്. റൗട്ടർ ഐ ഡി എലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പഴയത് പോയിട്ട് പുതിയത് വരണമെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് റീഫ്രഷ് ചെയ്യണം, അതായത് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ക്ലിയർ IP വോയിസ് പ്രോസസ് കൊടുത്തിട്ട് എന്ന് ചോദിക്കും, എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഓൾറെഡി കളക്ട് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് റിമൂവ് ആയിട്ട് പുതിയ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന റൗട്ടർ ഐ ഡി അവിടെ വരികയുള്ളൂ, അതർവൈസ് വരില്ല. നിങ്ങൾ റൗട്ടർ ഐ ഡി കൊടുക്കുന്നതിന് തൊട്ട് താഴെ എഴുതി കാണിക്കും, അതെ ഇത് വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്തേക്കണം കേട്ടോ, മറ്റേ കമാൻഡ് പോലും നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരും. മനസ്സിലായോ? നിങ്ങൾ കൊടുത്തില്ലെങ്കിലും അവിടെ കാണിച്ചു തരും. എന്തായാലും താഴെ ഈ കമാൻഡ് ഉണ്ടോ, ക്ലിയർ IP വോയിസ് പ്രോസസ് പറഞ്ഞ കമാൻഡ് പോലും നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരും. ഓർമ്മയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ഇത് വരണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് യു ക്യാൻ ക്ലിയർ ഇറ്റ്, അതർവൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ OSP പറയുന്ന പ്രോട്ടോകോളിനകത്ത് റൗട്ടർ ഐ ഡി വേണം. നിങ്ങൾ റൗട്ടർ ഐ ഡി കൊടുത്തില്ലെങ്കിലും അവർ തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും, റൗട്ടർ ഐ ഡി കണ്ടുപിടിച്ചോളും. ഇനി അതൊന്നും വേണ്ട, നിങ്ങൾ കൊടുത്ത റൗട്ടർ ഐ ഡി മതി എന്നുണ്ടെങ്കിൽ അത് തന്നെ എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ്, ബട്ട് എന്ത് ചെയ്യണം, ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? OSPനകത്ത് ഒത്തിരി തിയറി നമുക്ക് വരുന്നുണ്ട്. ഞാൻ കുറച്ചായിട്ട് പറയാം, എല്ലാ തിയറി കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വഴിക്ക് പോകും. അതുകൊണ്ട് ഒരു ലാബ് ചെയ്യാനുള്ള ബേസ് സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ള ഒരു തിയറിയാണ് പറഞ്ഞത്. നമുക്ക് ഇനിയും ഒരുപാട് തിയറി വരുന്നുണ്ട്. ഇത് സാഗരം പോലെ കിടക്കുന്നതാണ് OSP, ബിക്കോസ് നമുക്ക് ഇത് വെച്ച് നമ്മൾ റിയൽ ടൈമിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവറി പോർഷൻസ്, ഇന്റർവ്യൂ ആയിക്കോട്ടെ റിയൽ ടൈം ആയിക്കോട്ടെ, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്നതായിരിക്കും വെച്ചിരിക്കുക. ഞാൻ EHRP ഇത്രയും പറയാതെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EHRP വളരെ റയറായിട്ട് മാത്രം കാണാറുള്ളൂ. അത് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നിട്ടാണ് ഇതിന് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പൊ നമുക്കൊരു ചെറിയൊരു ലാബിലോട്ട് നമുക്ക് ജമ്പ് ചെയ്യാം. അതിന് മുമ്പ് OSP എനേബിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിൻടാക്സ് ഒന്ന് പരിചയപ്പെടാം. EHRP വളരെ ഈസി ആയിരുന്നു അല്ലെ, ജസ്റ്റ് നോൺ നെറ്റ്വർക്ക് അഡ്രസ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കാര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. അപ്പം R1 എന്ന് പറയുന്ന റൗട്ടിനകത്ത് കയറിയിട്ട് നമ്മൾ കോൺഫിഗർ സമയത്ത് എന്ത് കൊടുക്കാം, നെറ്റ്വർക്ക് കൊടുക്കാൻ നമുക്കറിയാം, നോൺ നെറ്റ്വർക്ക്. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. പുതുതായിട്ട് എന്ത് വന്നിട്ടുണ്ട്, ഇവിടെ ഏരിയകൾ വരും. അതേപോലെ തന്നെ സബ്നെറ്റ് മാസ്കിന് വരെ നമ്മൾ കൊടുക്കേണ്ട എന്താണ്, വൈൽഡ് കാർഡ് മാസ്ക് ആണ്. ഇങ്ങനെ 2 മാറ്റങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈൽഡ് കാർഡ് മാസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ ജനറൽ ബ്രോഡ്കാസ്റ്റ് അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇനി ഐഡിയ, കംപ്ലീറ്റ് 255 വിളിക്കുന്ന പേരാണ് ജനറൽ ബ്രോഡ്കാസ്റ്റ് അഡ്രസ് പറയുന്നത്. മൈനസ് എക്സാമ്പിൾ ക്ലാസ് C ആണെങ്കിൽ അതിന്റെ സബ്നെറ്റ് മാസ്ക് എത്രയാ, ക്ലാസ് C ആണെങ്കിൽ സബ്നെറ്റ് മാസ്ക് 55. ഇത് മൈനസ് നമുക്ക് എന്ത് കിട്ടും, 255 പോയാൽ 0, അഗൈൻ 255 അല്ലേ 0, അഗൈൻ 255 അല്ലേ 0, പിന്നെ എന്താ വരുന്നത് 255. ഓക്കെ, സമ്മതി. ഇനി ക്ലാസ് ബിയുടെ സബ്നെറ്റ് മാസ്ക് എത്രയാണ്, മൈനസ് എങ്ങനെ വരും, 0 0 55. ഇനി ക്ലാസ് A ആണെങ്കിലോ 55 0.0.0 അങ്ങനെ വരും, 0.5.5. ഓരോ ക്ലാസ് ആവുന്ന സമയത്ത് വരുന്ന കാര്യമാണ് നമ്മൾ കാണിക്കുന്നത്. ഇതേപോലെ കൊടുക്കണം, ഇത് മൈനസ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ, വലിയ റിസ്ക് ആയിട്ടുള്ള ഫാക്ടർ ഒന്നുമല്ല. ഓക്കെ, ക്ലാസ് C ആണെങ്കിൽ 0.0.0.255, ക്ലാസ് B ആണെങ്കിൽ 0.0.255. അതുപോലെ ക്ലാസ് A ആണെങ്കിൽ 0.255. എന്താ പറയുക, ഇതിന്റെ സബ്നെറ്റ് മാസ്കിന്റെ റെസിപ്രോക്കൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, നേരെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കണ്ടുപിടിക്കുന്ന രീതി ഇങ്ങനെയാണ്, ജനറൽ ബ്രോഡ്കാസ്റ്റ് അഡ്രസ് മൈനസ് സബ്നെറ്റ് മാസ്ക് എന്താണ് കിട്ടുന്നത്, അത് വേണം നമ്മൾ എവിടെ അപ്ലൈ ചെയ്യാൻ, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ വരുന്നത് ഏരിയ എന്ന് കംപ്ലീറ്റ് ടൈപ്പിന്റെ ആവശ്യമില്ല, കീവേഡ് ആണ്, A എന്ന് കൊടുത്താലും മതി. ഇത് നമ്മൾ ടോപ്പോളജിക്കകത്ത് നമ്മൾ തന്നിട്ടുണ്ടാവും, ഏത് ഏരിയ തന്നിട്ടുണ്ടാവും, ജസ്റ്റ് ആ ഏരിയ എന്താണോ അതോടെ പറഞ്ഞു. ഇത്രയേ വരുന്നുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഞാൻ ഇതിന്റെ ലാബ് ഒന്ന് റൗട്ടിംഗ് ഒന്ന് എഴുതി കാണിക്കാം, അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടും.
ഓക്കെ, നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റൗട്ടിംഗ് ഒന്ന് എഴുതി കാണിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഇനീഷ്യൽ കോൺഫിഗറേഷൻ പറയുന്നില്ല. ഇനീഷ്യൽ കോൺഫിഗറേഷൻ നമ്മൾ ഓൾറെഡി എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൗട്ടിങ്ങിനകത്ത് മാത്രം മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ അത് മാത്രം നമുക്ക് ഒന്ന് നോക്കാം. എക്സാമ്പിൾ R1 എന്ന് പറയുന്ന റൗട്ടർ. ഓക്കെ, R1 കോൺഫിഗ് സിന്റാക്സ് ബേസ്ഡ് ഒന്ന് ട്രൈ ചെയ്യാം. എന്താ വരുന്നത്? റൗട്ടർ OSPF 1. ഓക്കെ, ID 1 എന്ന് യൂസ് ചെയ്യാം. ഈ കാണുന്ന 1. അത് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ദെൻ നെറ്റ്വർക്കിന്റെ നെറ്റ് യൂസ് ചെയ്യാം. പിന്നെ ഏതൊക്കെ നെറ്റ്വർക്ക് ഒക്കെ വരുന്നത്? 10.0.0.0. ഇത് ഏത് ക്ലാസ് ആണ്? ക്ലാസ് എ ആണ്. സോ ഇതിന്റെ വെൽക്കം മാസ്ക് എന്തായിരിക്കും? 0.255.255.255. പിന്നെ ഇത് ഏത് ഏരിയക്കകത്ത് വരുന്നതാ? ഏത് ഏരിയക്കകത്ത് വരുന്നതാ? ആകെ നമുക്ക് ഒരു ഏരിയ ഉള്ളൂ. നമ്മുടെ ലാബിന്റെ പേര് തന്നെ എന്താണ്? സിംഗിൾ ഏരിയ എന്നാണ്. ഏരിയ 0 മാത്രം. ഒരു ഏരിയ മാത്രമാണെങ്കിൽ ഏരിയ 0. യു ക്യാൻ യൂസ് ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. A space 0. ഒരു ഐഡിയ കിട്ടിയില്ലേ? നെറ്റ് എന്താ വരുന്നത്? 172 ആണ്. 172 എന്ന് പറഞ്ഞാൽ ഏത് ക്ലാസ്സാ? ക്ലാസ് ബി ആണ്. അപ്പൊ വെൽക്കം വരും 0.0.255. ഏരിയ സെയിം തന്നെ, മാറ്റമില്ല. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ നമ്മുടെ റൗട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി R2ന്റെ കേസിൽ എന്താണ്? R2 config router നെറ്റ്വർക്ക് ഏതാ കിടക്കുന്നത്? 172.0.0. ക്ലാസ് ബി ആയതുകൊണ്ട് വെൽക്കം മാസ്ക് 0.0.255.255. ഏരിയ മാറ്റമില്ല, 0 തന്നെ. ഈ ഒരു നെറ്റ്വർക്ക് കൂടി വരുന്നുണ്ട്. ഞാൻ എല്ലാ ക്ലാസ്സും ഉൾപ്പെടുത്തിയത് വെൽക്കം മാസ്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ക്ലാസ് സി ആണ്. 192.168.1.0. വെൽക്കം മാസ്ക് 0.0.0.25. ഏരിയ 0. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റൗട്ടിംഗ് കംപ്ലീറ്റ് ആവും. നമുക്ക് എല്ലായിടത്തേക്കും എന്ത് കിട്ടുകയും ചെയ്യും? കമ്മ്യൂണിക്കേഷൻ കിട്ടുകയും ചെയ്യും. അഡീഷണൽ ആയിട്ട് എന്ത് മാത്രം വന്നിരിക്കുന്നത്? EAGRP അപേക്ഷിച്ച് വെൽക്കം മാസ്കും ഏരിയയും. ക്ലിയർ അല്ലേ? ഈ ലാബും ചെയ്ത് നോക്കിയാലോ? രണ്ട് റൗട്ടിന്റെ സിനാരിയോ ആണ്. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. യെസ്, ആദ്യം നമ്മുടെ ഫസ്റ്റ് റൗട്ടർ.
നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ആദ്യം ഇനീഷ്യൽ കോൺഫിഗറേഷൻ ചെയ്യാം. Interface L1 IP add 10 ആയിരുന്നു 1 ആയിരുന്നു add 10 dot ആണ് അല്ലേ? 10 ആണ് 10. Then mask dot 0 dot 0. അടുത്ത interfaces IP add 172 dot in dot 0 mask. വലിയ ടോപ്പോളജി ആണെങ്കിലും ഇനീഷ്യൽ കോൺഫിഗറേഷൻ ആണ് ഒരിക്കലും എന്തായാലും ഒരു മാറ്റം. കൊടുത്ത 2 അഡ്രസ്സും വന്നിട്ടുണ്ട്. ഇലങ്ങൾ ഇതേപോലെ ശരിക്കും R1. ഇനി നമുക്ക് അത് കയറുക. ഇന്റർഫേസസ് 0 IP add 170 dot 0 class B and exit. This is interface L1 IP add 192.168.1.0 mask class C ആയിരുന്നു. dot 0. Exit അപ്പോൾ എല്ലാ റൗട്ടിന്റെയും ഇനീഷ്യൽ കോൺഫിഗറേഷൻ കഴിഞ്ഞ് വെരിഫൈ ചെയ്യുന്നതാണ്. ഇനീഷ്യൽ കോൺഫിഗറേഷൻ എല്ലാവരുടെയും അപ്പാണ്. സേവ് ചെയ്തേക്കാം. സ്റ്റെപ്പ് 1 ഒരിക്കലും എവിടെയും മാറില്ല, എല്ലാത്തിലും സേവ് തന്നെയായിരിക്കും, അതിലൊരു ഡൗട്ടും വേണ്ട. ഇനി നമുക്ക് റൗട്ടിംഗ് ആണ് ചെയ്യാനുള്ളത്. നമുക്ക് റൗട്ടിംഗ് ഒന്ന് ചെയ്തേക്കാം. റൗട്ടിംഗ് എനേബിൾ ചെയ്യാൻ വേണ്ടി റൗട്ടർ ISP. നിങ്ങൾക്ക് ഈ ബിറ്റ്വീൻ ഇതിനകത്ത് വരുന്ന ഏത് നമ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒന്ന് റെക്കമെൻഡ് ചെയ്തില്ല, നിങ്ങൾ എപ്പോഴും 1 തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പ്രോട്ടോകോളകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണിക്കും? ഹൈഫൻ റൗട്ടർ എന്ന് കാണിക്കും. നെറ്റ് 10.0.0. ബേസ് വെൽക്കം മാസ്ക് ക്ലാസ് A ആയതുകൊണ്ട് 0.25.5.250. then area 0 AC. രണ്ടടിച്ചു. ഒരു നെറ്റ്വർക്ക് കൂടി ഉണ്ട് 172.16.0.0. ക്ലാസ് B ആയതുകൊണ്ട് വെൽക്കം മാസ്ക് 0.255. ഏരിയ സെയിം തന്നെയാണ്. അതോടുകൂടി നമ്മുടെ റൗട്ടിംഗ് കഴിഞ്ഞ് സേവ് ചെയ്യാം. ഈസിയാണ്. അഡീഷണൽ ആയിട്ട് വെൽക്കം മാസ്കും ഏരിയ മാത്രം വന്നിട്ടുള്ളൂ, അത് മാത്രം ഒന്ന് കെയർ ചെയ്താൽ മതി. അവിടെ നമുക്ക് റൗട്ടർ SPF SPF1 network 172.0.0 space 0.0.5. then areas 192.168.1.0. ക്ലാസ് C ആയതുകൊണ്ട് വെൽക്കം മാസ്ക് 0. ഏരിയ എക്സിറ്റ്. നമ്മള് OSPF-നകത്ത് ലൂപ്പ് ബാക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താന്നുള്ള കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. IP റൂട്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം എന്റെ മറുവശത്തുള്ള അഡ്രസ്സാണ് R1 അഡ്രസ്സാണ് 10 എന്ന് പറഞ്ഞ അഡ്രസ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് അല്ലേ? പക്ഷെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. /32 എന്ന് കാണിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഏതാ ക്ലാസ്? 10 എന്ന് പറഞ്ഞാൽ ക്ലാസ്
A class. എ ക്ലാസ് അല്ലേ? യെസ്. ഇപ്പോൾ /32 എന്ന് കാണിക്കാനുള്ള റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ OSP പറയുന്ന പ്രോട്ടോകോൾ ലൂപ്പ് ബാക്കുകളെ എപ്പോഴും ഒരു സിംഗിൾ IP ആയിട്ടാണ് കാണുന്നത്. ഒരു സിംഗിൾ IPന്റെ മീനിങ് ആണ് /32. ഒരു IP ഡിനോട്ട് ചെയ്യുന്നതാണ് /32. ഇതുപോലെ IP6 ആണെങ്കിൽ /128 എന്നായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അത് വിട്ടേ, പിന്നെ പഠിക്കാം. ഇപ്പൊ ക്ലാസ് എന്താ കാണിക്കുന്നത്? 32 എന്ന് കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കണം, അതെ മിസ്റ്റർ OSP, ഇത് ഞങ്ങൾ മറ്റേ സീരിയൽ പോലെ ലാൻ പോലെ തന്നെ കാണുന്ന, ഞങ്ങൾ ഒരു നെറ്റ്വർക്ക് ആയിട്ട് കാണുന്ന ഒരു IP ആണ്. അതിന് താങ്കൾ എന്ത് ചെയ്യണം? ഒരു നെറ്റ്വർക്ക് ആയിട്ട് കാണണം എന്ന് നമുക്ക് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. അപ്പം അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഈ കമാൻഡ്. എപ്പോഴും OSP പറയുന്ന പ്രോട്ടോകോൾ അത് മാത്രം ഇഷ്യൂ ഉള്ളൂ കേട്ടോ. പുള്ളിക്കാരൻ മാത്രം ഇതിനെ ഒരു IP ആയിട്ട് കാണുന്നുള്ളൂ. ബാക്കി എല്ലാ റൗട്ടിംഗ് പ്രോട്ടോകോളും നെറ്റ്വർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് IP അല്ല, ഒരു നെറ്റ്വർക്ക് അഡ്രസ് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ്. നോട്ട് ചെയ്ത് വെച്ചോളാം. IP OSPF നെറ്റ്വർക്ക് പോയിന്റ് കണക്ഷൻ പോലെ തന്നെ ഇയാൾ എന്താണ്? ഒരു നെറ്റ്വർക്ക് ആണ്, പോയിന്റ് പോലെ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ കമാൻഡ്. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. എവിടെയെല്ലാം നിങ്ങൾ OSP പറയുന്ന പ്രോട്ടോകോളിനകത്ത് എവിടെയെല്ലാം നിങ്ങൾ ലൂപ്പ് ബാക്ക് ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, അത് IP കൊടുക്കുമ്പോൾ തന്നെ അടുത്ത ലൈനത്ത് എന്തുകൂടി പറഞ്ഞു കൊടുക്കുക. ഇതിപ്പോ നിങ്ങൾക്ക് പറഞ്ഞ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനത് സെപ്പറേറ്റ് പറഞ്ഞത്. നോർമലി നമ്മൾ ഇനീഷ്യൽ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു കമാൻഡ് കൂടി കൊടുത്തു പോവാം. അപ്പൊ നമുക്ക് യാതൊരു റിസ്ക് ഉണ്ടാവില്ല, എല്ലാം പെർഫെക്റ്റ് റൺ ചെയ്തോളും. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തത്. IP OSP ലൂപ്പ് ബാക്ക് ഇന്റർഫേസ് ഏതാന്ന് മെൻഷൻ ചെയ്യണ്ട. അത് ഇത് പറഞ്ഞ പോയിന്റ് പറഞ്ഞ എല്ലാ ലൂപ്പ് ബാക്കിനെയും അത് നെറ്റ്വർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യും അല്ലേ? എപ്പോൾ കൺസിഡർ ചെയ്യണം. അത് നമുക്ക് അല്ലെങ്കിൽ നമുക്കിത് ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മുടെ ടേബിളിനകത്ത് ഇങ്ങനെ കാണിക്കും /32 എന്നൊക്കെ കാണിക്കും. അങ്ങനെ ഒരു OSP പറയുന്ന വലിയൊരു നെറ്റ്വർക്ക് അല്ലേ. നമ്മൾ എവിടെയെല്ലാം ലൂപ്പ് ബാക്ക് യൂസ് ചെയ്യുന്നുണ്ടോ മൾട്ടിപ്പിൾ കണക്ഷൻ അവിടെ കാണിക്കുന്നത് കണ്ടോ. 10.0 കാണിക്കുന്നുണ്ട്, അതിന്റെ IP തൊട്ടടുത്തുള്ള ലൈനിൽ കാണിക്കുന്നുണ്ടോ. 10.01 എന്നും കാണിക്കുന്നുണ്ട്. ഇങ്ങനെ മൾട്ടിപ്പിൾ എൻട്രീസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ ആവും. ആ കൺഫ്യൂഷൻ ഇൻ ഫ്യൂച്ചർ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പായിട്ട് പറയുന്നത് മാത്രം. എപ്പോൾ ലൂപ്പ് ബാക്സ് ഇന്റർഫേസിന് എന്ത് കൊടുക്കുക, ഈ ഒരു കമാൻഡ് കൊടുത്തങ്ങോട്ട് ശീലിച്ചോളാം, യാതൊരു നഷ്ടമില്ല. കമാൻഡ് നോട്ട്. ഇതുപോലെ R1 ലൂപ്പ് ബാക്ക് വരുന്നുണ്ട്, ഞാൻ അവിടെയും പോയി ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. L1 IP OSPF നെറ്റ്വർക്ക് പോയിന്റ് P അടിച്ച് ടാബ് അടിച്ചാൽ മതി. P അടിച്ച് ടാബ് അടിക്കാൻ. ഇപ്പൊ ഞാൻ R1 കൊടുത്തു. എനിക്ക് R1 അതിന്റെ റിസൾട്ട് അല്ലേ എനിക്ക് ഇവിടെ കാണിച്ചു തന്നപ്പോ. ഈ 32 എന്ന് പറയുന്നതാ എവിടെ കിടക്കുന്നതാ? ഞാൻ നിൽക്കുന്നത് R2. ഈ 10 എവിടെ ആയിരിക്കും? R1 ആയിരിക്കും. ഇനി ഞാൻ ഡു ഷോ IP പഠിച്ച് എന്തായിരിക്കും കാണിക്കുന്നത്? ഡു ഷോ IP റൂട്ട് പെർഫെക്റ്റ് ടേബിൾ ആയിരിക്കും കാണിക്കുന്നത്. നോക്കി, ഇതെല്ലാം എങ്ങനെയല്ലേ കാണിക്കുന്നത്? ആക്ച്വലി #8 അല്ലേ കാണിക്കണ്ടേ? 32 ആണോ? നമുക്ക് ഒരു എൻട്രിയുടെ എണ്ണം കുറഞ്ഞു അവിടെ. IP കാണിക്കുന്നില്ല. നേരത്തെ നമുക്ക് എന്താ കാണിക്കുന്നത്? ആ സെലക്ട് ചെയ്ത് തൊട്ട് താഴെ നോക്കി IP കൂടി കാണിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അതൊരു ഒരു IP ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ IP ആയിട്ട് കൺസിഡർ ചെയ്യരുത്. ഇപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന പോലെ ഒരു നെറ്റ്വർക്ക് അഡ്രസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? ആ ലൂപ്പ് ബാക്കിനെ കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് എപ്പോഴും ഇനീഷ്യൽ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞ കമാൻഡ് IP OSPF നെറ്റ്വർക്ക് പോയിന്റ് എന്ന് പറയുന്ന കാണുന്ന കമാൻഡ് എപ്പോഴും ബാക്ക് ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ IP കൊടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ കൊടുക്കാം, IP കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ കൊടുക്കാം. എന്തായാലും ഒരു ഇന്റർഫേസ് ലൂപ്പ് ബാക്കിനകത്ത് കൊടുക്കുക എന്നുള്ളതാണ്. കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാൻ? എക്സിറ്റ് ചെയ്യാം. ഇതിപ്പോ ചെറിയ ടോപ്പോളജി ആയതുകൊണ്ട് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് പറയുകയാണ്. പിന്നെ വരുന്ന ക്ലാസ്സിലൊക്കെ ഞാൻ കൊടുത്തില്ലെങ്കിൽ എന്നോട് ഓർമ്മിപ്പിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ടേബിളിനകത്ത് എന്ത് കാണിക്കുന്നുണ്ട്? OSP4 എന്ന ലെറ്റർ എന്ന് കാണിക്കുന്നത്? O പറയുന്ന ലെറ്റർ കാണിക്കുന്നുണ്ട്. O മീൻസ് എന്താണ്? OSP. ഇപ്പം ഞാൻ R2 നിൽക്കുന്നത്. എനിക്ക് R2 നിൽക്കുമ്പോൾ എനിക്ക് അൺനോൺ നെറ്റ്വർക്ക് അല്ലേ 10 എന്ന് പറയുന്നത്, മീൻസ് R1 അതേപോലെ R1 നോക്കിയാലോ. ഡു ഷോ IP റൂട്ട്. എനിക്ക് O പറയുന്ന ലെറ്ററിൽ എന്താ കാണിക്കുന്നത്? 192.168.1.0. അത് R2 ലൂപ്പ് ബാക്ക് ആണ് കാണിക്കുന്നത്. അവിടെ AD എത്രയാണ്? OSP AD എത്രയാണ്? 110. ബ്രാക്കറ്റിലാണോ? 110. AD പറഞ്ഞ എന്താണ്? ഒരു പ്രോട്ടോകോളിന്റെ റിലയബിലിറ്റിയെ സൂചിപ്പിക്കുന്ന നമ്പറാണ് AD. തൊട്ടടുത്ത് കിടക്കുന്ന 65 എന്താന്നുള്ള കാര്യം മെട്രിക് എന്ന് പറയുന്ന ഒരു ടോപ്പിക് വരെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ ഒരു ടോപ്പോളജി ഓക്കെ അല്ലേ? നമുക്ക് അങ്ങോട്ട് എന്ത് കിട്ടണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. പിൻ 192.168.1.1. ഇതാണ് നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള നെറ്റ്വർക്കിനകത്ത് വരുന്ന IP. നമുക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പിങ് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം.
എക്സാമ്പിൾ പിങ് അവിടെ ടൈപ്പ് എത്രയാണ് 192.168.1.1 സോഴ്സ് നമ്മുടെ ഏതിലോട്ടാണ് 10.0.0 ഈ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതായത് R1 എത്തറിന് ഇരുന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് ഇങ്ങോട്ട് കണക്ഷൻ വരുന്നത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. നോക്കാം വേണമെങ്കിൽ 10.0 നമുക്ക് ഇങ്ങോട്ട് എന്ത് കിട്ടുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളൊരു സിംഗിൾ ഏരിയ ലാബാണ് ചെയ്തത്, ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത നമുക്ക് മൾട്ടി ഏരിയ. നമ്മളൊരു സിംഗിൾ ഏരിയ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി മൾട്ടി ഏരിയ, ഒരു 2 ഏരിയ വന്നാൽ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാം. ഈ ടോപ്പോളജി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, മൾട്ടിപ്പിൾ ഏരിയ വരുന്നത്. ഒരു ഏരിയ എന്താണ്, ഏരിയ 0 ആണ്. ഏരിയ 0 മസ്റ്റ് ഇട്ട് വേണം. ഞാൻ ചുമ്മാ അടുത്തൊരു ഏരിയ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഏരിയ 1, 2, 3. ഇനീഷ്യൽ കോൺഫിഗറേഷനകത്ത് യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല. അപ്പൊ എന്താണ് പഠിച്ചത് അത് തന്നെയാണ്. അത് എത്ര വലിയ ടോപ്പോളജി ആണെങ്കിലും ഇനീഷ്യലിനകത്ത് മാറ്റം ഉണ്ടാവില്ല. ഇനി റൗട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോ R1 റൗട്ടിംഗ് കൂടെ ഒന്ന് എഴുതി കാണിക്കാം. R1 കോൺഫിഗ് എല്ലാം റൗട്ടർ OSPF 1 തന്നെ കൊടുക്കുക. OSPF ദെൻ നെറ്റ്വർക്ക്, ഏതൊക്കെ നെറ്റ്വർക്ക് ആണ്, നെറ്റ്വർക്ക് 10.0.0.0. വെൽക്കം മാസ്ക് 0.255.255.255. ഏത് ഏരിയക്കകത്ത് വരുന്നത്, ഏരിയ 0. അടുത്ത നെറ്റ്വർക്ക് 20.0.0.0. ബാക്കിയെല്ലാം സെയിം അല്ലേ, വെൽക്കം മാസ്കും ഏരിയ 0 സെയിം ആണ്. ഇനി നമ്മുടെ അടുത്ത റൗട്ടർ ഏതാ, R2. R2ന്റെ കോൺഫിഗറേഷൻ മോഡിൽ കയറിയിട്ട് റൗട്ടർ OSPF ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൊടുക്കാം, നെറ്റ്വർക്ക് 20.0.0.0. വെൽക്കം മാസ്ക് എല്ലാം ക്ലാസ് ആയതുകൊണ്ട് വെൽക്കം മാസ്ക് എല്ലാം തന്നെ സെയിം ആയിരിക്കും, 0.55 ഏരിയ 0. നെറ്റ്വർക്ക് പിന്നെ വരുന്ന ലെഫ്റ്റ് സൈഡിൽ 30. വെൽക്കം മാസ്ക് 0.255.5 ഏരിയ 0. എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നെറ്റ്വർക്ക് അടുത്ത നെറ്റ്വർക്ക് ഏതാ, 40.0.0.0. വെൽക്കം മാസ്ക് എന്താണ് 0.255. എന്ത് മാത്രം മാറ്റം വരുത്തിയാൽ മതി, ഏരിയ എത്രയാണ് 1, 2, 3. ആവശ്യമൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ റീഡിസ്ട്രിബ്യൂഷൻ ആവശ്യം വരാത്തത്. പിന്നെ നെറ്റ്വർക്ക് 50.0.0. R3 പിന്നെ ഏത് നെറ്റ്വർക്ക് അഡ്രസ് മാത്രമേ വരുന്നുള്ളൂ, ഏത് ഏരിയ മാത്രം വരുന്നുള്ളൂ, മാത്രം. റൗട്ടർ നെറ്റ്വർക്ക് 50.0.0. വെൽക്കം മാസ്ക് 0. ഏരിയ 1, 2, 3. അടുത്ത നെറ്റ്വർക്ക് അഡ്രസ് എല്ലാം സെയിം. അതായത് അഡീഷണൽ ആയിട്ട് നമുക്ക് ഒന്നും വരുന്നില്ല, ഏരിയ മാത്രം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതും എക്സിറ്റിന്റെ ആവശ്യമൊന്നുമില്ല. വോയിസ് 1 തന്നെ കയറിയിട്ട് ബാക്കിയുള്ള നെറ്റ്വർക്ക്സ് എന്ത് ചെയ്യാം, പബ്ലിഷ് ചെയ്യും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ R1 R3 R3 R1 അങ്ങനെ എല്ലാവർക്കും എല്ലായിടത്തേക്കും എന്ത് കിട്ടും, വിത്തൗട്ട് റീഡിസ്ട്രിബ്യൂഷൻ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് സാധിക്കും. ക്ലിയർ അല്ലേ? സ്ക്രീൻഷോട്ട് എടുത്തോളൂ, ഞാൻ പെട്ടെന്ന് ചെയ്യും. ഓക്കെ.
ഇത് നിങ്ങൾ ചെയ്യുന്നോ ഞാൻ ചെയ്ത് കാണിക്കണോ? അത് നിങ്ങൾക്ക് അടുത്ത ദിവസം വേണമെങ്കിൽ ഹോംവർക്ക് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ല അതിനകത്ത് ചെയ്യാൻ. 3 റൗട്ടർ ആയി തരാം, പെട്ടെന്ന് ചെയ്ത്. യെസ്, കോൺഫിഗറേഷൻ ആക്കി തരാം. Paste 1 3 SQL network loop back പറയുമ്പോൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം 10.0.6 5.0.0 SS base 0 ഒരു loop backലുള്ളൂ. R1 രണ്ട് ഇന്റർഫേസുകൾ ചെയ്ത് കഴിഞ്ഞു. R2 രണ്ട് സീരിയലും 2 ലൂപ്പ് ബാക്കും വരുന്നുണ്ട്. add 20.0.0.2 yes. IP ISP add 30.0. Designated point IP add 40. Basis 50. Exit. Yes, 4 ഇന്റർഫേസ് വന്നിട്ടുണ്ട്. 4 add 3.0.0.2 55.0.6 interface 1 IP ISP and IP 60. Yes, fine. 3 റൗട്ടറിന്റെയും ഇനീഷ്യൽ കോൺഫിഗറേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ R1 മുതൽ റൗട്ടിംഗ് കൂടി ചെയ്തു. ISPF 1 walk 10.0.0.0 as ഏതൊരു വെൽക്കം as 0.5. Better. 10.20.
ആർട്ട് മാത്രം ശ്രദ്ധിക്കുന്നത്. ആർട്ടിനകത്ത് 2 ഏരിയക്കകത്ത് വരുന്ന നെറ്റ്വർക്ക്സ് നമ്മളൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ mask 0.255.255.255 then 13 ഇതിനകത്താണ് 40 1 2 3 കാത്താണ് വരുന്നത്. അതേപോലെ 15 1 3 network 15 welcome mask 0. ഇതുപോലെ അപ്പോൾ എല്ലാ കോൺഫിഗറേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ വിത്തൗട്ട് എനി അഡീഷണൽ കമാൻഡ് നമുക്ക് എല്ലായിടത്തേക്കും എന്ത് കിട്ടണം? ടേബിൾ ആക്കി ചെക്ക് ചെയ്യാം. 10 മുതൽ 60 വരുന്ന എല്ലാ നെറ്റ്വർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നോർമലി O കാണിക്കുന്ന അവിടെ എന്താ കാണിച്ചിരിക്കുന്നത്? OIA. എന്തായിരിക്കും OIA കൊണ്ട് ഉദ്ദേശിക്കുന്നത്? OSPF ഇന്റർ ഏരിയ. എന്താണ് OSPF ഇന്റർ ഏരിയ? ഇന്റർ ഏരിയ. എന്ന് വെച്ചാൽ R1 ഏരിയ 0 എല്ലാം ഏത് ലെറ്ററിലാണ് കാണിക്കുക? എക്സാമ്പിൾ 30.00 എന്തായിരിക്കും കാണിക്കുന്നത്? ഏത് ലെറ്റർ ആയിരിക്കും? O ആയിരിക്കും. ബിക്കോസ് അതിന്റെ സ്വന്തം ഏരിയക്കകത്ത് വരുന്നതാണ്. അപ്പൊ O. എന്നാൽ 40 ആയിക്കോട്ടെ, 50 ആയിക്കോട്ടെ, 60 ആയിക്കോട്ടെ, അതിന് നേരെ എന്തായിരിക്കും കാണിക്കുന്നത്? OIA. എന്നുവെച്ചാൽ അത് മറ്റുള്ള ഏരിയ എന്ന് വരുന്നതാണ്. 40 ആയിക്കോട്ടെ, 50 ആയിക്കോട്ടെ, 60 ആയിക്കോട്ടെ, മറ്റുള്ള ഏരിയ എന്ന് വരുന്നതാണ്. അതുകൊണ്ടാണ് OIA, OSPF ഇന്റർ ഏരിയ. സംഭവം എല്ലാവരും കേരളത്തിനകത്തുള്ള ആൾക്കാർ തന്നെ. ഓക്കെ, കേരളയാണ്. ഇത് പാലക്കാടാണ്. ഓക്കെ, ഇതൊരു ഇന്റർസിറ്റി ആണ്. ഇതെന്താണ്? TCR തൃശ്ശൂർ വേറെ ഇന്റർസിറ്റി ആണ് എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാവരും OSPF എന്ന് പറയുന്ന പ്രോട്ടോകോളിനകത്ത് വരുന്ന ആൾക്കാർ തന്നെയാണ്. ഓക്കെ, നമ്മൾ വേറെ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു ഏരിയയിൽ നിന്ന് മറ്റേ ഏരിയ പോവാം. എന്നുവെച്ചാൽ പാലക്കാട് നിന്ന് തൃശ്ശൂർ. പാലക്കാടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തൃശ്ശൂർ എന്താണ്? വേറെ ജില്ലക്കാരാണ് എന്ന് പറയുന്ന പോലെ ഈ കാണിക്കുന്നത്. എന്നാൽ പാലക്കാടുള്ള ആൾക്കാർ എന്താണ്? നമ്മളതൊന്നും പാലക്കാട് നമ്മുടെ ജില്ലയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ O മാത്രം മതി. വെളിയിൽ നിന്ന് വരികയാണെങ്കിൽ അത് ഡിനോട്ട് ചെയ്യും. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്? OSPF ഇന്റർ ഏരിയ പേരാന്ന് വിചാരിക്കുന്നത്. അല്ലേ? ടേബിളിനകത്ത് OIA കാണിക്കാനുള്ള റീസൺ അതേപോലെ നമുക്ക് വേണമെങ്കിൽ എൻഡിലോട്ട് പിങ് ചെയ്ത് നോക്കാം. ഓൾറെഡി ടേബിളിനകത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന നിലയ്ക്ക് നമുക്ക് പിങ് ചെയ്യാം. നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട് വിത്തൗട്ട് എനി റീഡിസ്ട്രിബ്യൂഷൻ കമാൻഡ്. അപ്പൊ ആർട്ടിനകത്ത് എന്തായിരിക്കും? ആർട്ടിനകത്ത് OIA എന്ന് കാണിക്കും. R2 പറഞ്ഞ റൗട്ടർ 2 ഏരിയയിലും ഉണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ പുള്ളിക്കാരെല്ലാം എന്താണ്? സ്വന്തം പോലെയാണ്. പുള്ളിക്കാരനകത്ത് O എന്ന് മാത്രം കാണിക്കുള്ളൂ. 10 ആയിക്കോട്ടെ, 60 ആയിക്കോട്ടെ, അതിന്റെ നേരെ നോക്കിക്കേ O ആണ്. ബിക്കോസ് പുള്ളിക്കാരൻ 2 തോണി കാലിട്ടിരിക്കുന്ന പോലെയാണ്. പുള്ളിക്കാരൻ ഏരിയ 1 2 കാത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഏരിയ 0 കാത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ R3 കാത്ത് എങ്ങനെയായിരിക്കും? ഏരിയ 0 നിന്ന് വരുന്നതെല്ലാം എന്തായിരിക്കും? OIA ആയിരിക്കും. 10 20 30 ഇതെല്ലാം പുള്ളിക്ക് എന്താണ്? വെളിയിൽ നിന്നും വരുന്നത്, വേറൊരു ഏരിയയിൽ നിന്നും വരുന്നത് എന്ന രീതിയിലായിരിക്കും കാണിച്ചത്. അല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ ലാബിനകത്ത് OSPFന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. തിയറി തീർന്നില്ല, ജസ്റ്റ് ഒരു ലാബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് ഡേ വരുമ്പോൾ എന്തായിരിക്കും? കുറച്ച് തിയറി, കുറച്ച് ലാബ്. അതുപോലെ തന്നെ അടുത്ത ഡേ വരുമ്പോൾ കുറച്ച് തിയറി, കുറച്ച് ലാബ്. എന്നാൽ നമുക്ക് മെയിൻ ടോപ്പിക്